You've been talking about patience, hoping for everlasting. You're known for talking crazy. Guys, welcome back to NKL EDITS. So guys, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ലീനിയർ സ്ട്രിക്സ് ആണ്. അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലീനിയർ സ്ട്രിക്സ് ആണ്. അതായത് നമുക്കത് കാണുമ്പോൾ ഒരു സർക്കിൾ ലീനിയർ സ്ട്രിക്സ് പോലെയൊക്കെ തോന്നും. ആ ഒരു ടൈപ്പ് നമ്മളെങ്ങനെ ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇഷ്ടപ്പെട്ട റേഷ്യോ ഞാനിപ്പോൾ 4:5 ആണ് എടുക്കുന്നത്, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വരിക. മീഡിയയിൽ വന്ന് നമ്മളൊരു ഫോട്ടോ ഇതിലേക്ക്, ഞാനിപ്പോൾ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്, ഒരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഞാനതൊന്നൊരു 1 സെക്കൻഡിൽ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് 3 കീ ഫ്രെയിംസ് ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ്, എൻഡ്, അതേപോലെ സെൻട്രലായിട്ട് ഇതേപോലെ 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ ബീറ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക, ബ്ലറ് സെലക്ട് ചെയ്യുക. ബ്ലറിൽ നമ്മൾ ലീനിയർ സ്ട്രിക്സ് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ദെൻ നമ്മൾ സ്ട്രെങ്ത്ത് വന്ന് ഇതേപോലെ 0.02ലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോവുക. ദെൻ ഒന്നും കൂടെ ആഡ് ചെയ്യുക, അത് എൻഡിലേക്ക് കൊണ്ടുപോവുക. ദെൻ നമ്മളൊരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ 0 ആക്കുക, സെൻറ്ററിലില്ലേ. ദെൻ നമ്മളിവിടെ ഒരു സ്മൂത്തായിട്ടുള്ളൊരു കർവ് യൂസ് ചെയ്യുക. ഓക്കെ, സ്മൂത്തായിട്ടുള്ളൊരു കർവ് യൂസ് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു കർവ് കോപ്പി ചെയ്തെടുക്കുക, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ദെൻ നമുക്കിവിടെ ആംഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആംഗിൾ വന്ന് നമ്മൾ 45 ഡിഗ്രിയിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 45 ഡിഗ്രി ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ബാക്ക് വരിക. അപ്പോൾ നമ്മളൊരു ലീനിയർ സ്ട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകും ഇതേപോലെ ആയിരിക്കും കിട്ടുക. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലീനിയർ സ്ട്രിക്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിൻ്റെ ആംഗിൾ മാത്രമാണ് ഇനി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ ആംഗിൾ വന്ന് 45 ഇല്ലത് 90 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ഈ ഒരു ആംഗിൾ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുക, 90 ആക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഈ ഒരു ലെയർ. ദെൻ ആ ഒരു ലെയർ ഓപ്പൺ ചെയ്യുക, ആംഗിളിൽ വരിക, ആംഗിൾ വന്ന് 135 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 135ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മളിത് ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സോറി, കോപ്പിയാണ് ക്ലിക്ക് ചെയ്തത്. നമ്മളിത് ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം ആംഗിൾ 135 ടു അത് നമ്മൾ 180ലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മളിത് കണ്ട ആ ഒരു സർക്കിളില്ല പോലെ, അതായത് കുറേ ആളിപ്പം കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യാവുന്നത്. പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ല, കറക്റ്റായിട്ട് ആ ഒരു സംഭവം കിട്ടും. ഇനി ഇത് നിങ്ങളുടെ ട്രാൻസിഷൻ്റെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുക, അതായത് പിഞ്ച്, ബൾജ്, സൂം, ട്രാൻസിഷൻ, അതിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ലീനിയർ സ്ട്രിക്സ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കണം എന്നുണ്ടെങ്കിൽ എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ വരിക, ബ്ലറിൽ വരിക, ഇവിടെ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. ഇതുപോലെ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഗോഷ്യൻ ബ്ലർ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിതിൻ്റെ വാല്യൂ ഒന്ന് ഫുള്ളായി കുറക്കുക ഫസ്റ്റ്. ദെൻ നമ്മളിതിൻ്റെ ഒരു വാല്യൂ വന്ന് ഒരു 0.050 ഈ ഒരു റേഞ്ചാണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക, ഒരു കീ ഫ്രെയിം ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ സെൻറ്ററിലായിട്ട് വരെ നമ്മൾ 0 ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ കോപ്പി ചെയ്ത സെയിം കർവ് ഇവിടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു ഗോഷ്യൻ ബ്ലർ വന്ന് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഒരു സ്മൂത്തായിട്ടുള്ള നമുക്കിത് കിട്ടും. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ സൂം, ട്രാൻസിഷൻ, പിഞ്ച്, ബൾജ് അത്തരത്തിലുള്ള ഏതൊരു ഹീൽ വേണമെങ്കിലും നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.